നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അമലുകളാകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് അമല് സാലിഹാത്ത് ആകാൻ ഒരുപാട് അധ്വാനമുണ്ട്. നമ്മുടെ അമല് സാലിഹാത്താക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. വേറൊരാളെ കൊണ്ടത് കഴിയൂല. നമ്മളൊരു കാര്യം ചെയ്താൽ എല്ലാവരും ഒരു പക്ഷെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ടാവും. നമ്മൾ നിസ്കരിക്കുന്നത് വേറെ ആളുകൾ കാണുന്നുണ്ടാവും. അത് അമലായത് അവർ കാണുന്നുണ്ട്. അതെത്രമാത്രം അമല് സാലിഹാത്തായിട്ടുണ്ട് എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ കൊടുത്ത ഒരു ദാനം, നമ്മൾ നിർവഹിച്ച ഹജ്ജ്, നമ്മൾ കൊടുത്ത സക്കാത്ത്, നമ്മൾ നിർവഹിച്ച നോമ്പ്, ഇതൊക്കെ അമല് ആകുന്നത് മറ്റെല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അത് അമല് സാലിഹാത്ത് ആക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. കാരണം അതെത്രമാത്രം അമല് സാലിഹാത്ത് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എനിക്ക് ഏറ്റവും പരിചയമുള്ളത് എന്നെയാണ്, നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളത് നിങ്ങളെയാണ്. അപ്പം നമുക്ക് തിരുത്താനും നമുക്ക് മാറ്റാനും ഏറ്റവും അധികം കഴിയുന്നത് നമ്മളെയാണ്. നമുക്ക് പരിചയമുള്ളതാണല്ലോ നമുക്ക് ഏറ്റവും അധികം പെട്ടെന്ന് മാറ്റാൻ കഴിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ളത് നമ്മളെയാണ്. അപ്പം നമ്മുടെ അമലുകളെ അമല് സാലിഹാത്തുകളാക്കാൻ നമ്മൾ വിചാരിച്ചാൽ വളരെ വേഗം കഴിയും. അള്ളാഹു പറയുന്നു, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽ മാലു വൽ ബനൂൻ, മക്കളും സമ്പത്തും. ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ. എത്ര മനോഹരമാണ് ഖുർആനിന്റെ വചനങ്ങൾ. സീനത്ത് എന്നാണ് പ്രയോഗിച്ചത്. സീനത്തുൽ ഹയാത്തിദ് ദുനിയ. സീനത്തുൽ ഹയാത്തിദ് ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്, ദുനിയാവാണ് എന്നല്ല. ഒരു പുതിയ ഷോപ്പ് ആരംഭിക്കുമ്പോൾ ആ ഷോപ്പിൽ കുറെ അലങ്കാരങ്ങൾ കെട്ടിത്തൂക്കും. നല്ല നിറമുള്ള വെളിച്ചങ്ങളും നല്ല അരങ്ങുകളും കെട്ടിത്തൂക്കും, അല്ലേ? എത്ര ദിവസം ഉണ്ടാവും? 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞടുത്ത് ഒഴിവാക്കും. അത് എല്ലാ കാലത്തേക്കും ഉണ്ടാവില്ല. ഇതാണ് സീനത്ത്. ഇതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അൽ മാലു വൽ ബനൂൻ എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തേക്കുള്ളതല്ലാണ്, എല്ലാ കാലത്തേക്കും ഉള്ളതല്ല കേട്ടോ. അൽ മാലു വൽ ബനൂൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്ന് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നാൽ നീണ്ടു നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, നിന്റെ റബ്ബിങ്കൽ നല്ല പ്രതിഫലമായിട്ട് അതാണ് ഉണ്ടാവുക. വ ഖൈറുൻ അമല, അതാണ് നല്ല പ്രതീക്ഷയുള്ളത്. ഇവിടെ നീണ്ടു നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർമ്മങ്ങൾ എന്ന ഒരു ആശയം ഇതിലെവിടെയില്ല. കർമ്മങ്ങൾ എന്നതിന് അഅ്മാല് എന്നോ അമല് എന്നാണോ അറബിയിൽ പറയാം. പക്ഷെ അമല് എന്നോ അഅ്മാല് എന്നോ ഈ ആയത്ത് പറഞ്ഞില്ല. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്നാണ്. എന്താണത്? നീണ്ടു നിൽക്കുന്ന നന്മകൾ എന്നാണ്. അതൊരു പ്രവർത്തനം മാത്രമാവണമെന്നില്ല, അതൊരു കർമ്മം മാത്രമാകണമെന്നില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ നന്മകളും അതിൽ പെടും. നമ്മൾ മറ്റൊരാളെ കുറിച്ച് വിചാരിച്ച ഒരു നല്ല വിചാരം പോലും അതിൽ പെടും. ഹുസ്നുൽ ദന്നി ഹുസ്നുൽ ഇബാദ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ലത് വിചാരിക്കുക എന്നത് പോലും നല്ല ഇബാദത്താണ്. ഒരാളെ കുറിച്ച് മാത്രമല്ല, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു സംഘത്തെക്കുറിച്ച് നമ്മൾക്കുണ്ടാകുന്ന നല്ല വിചാരം പോലും നല്ല ഇബാദത്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയാകുന്നത് എന്താണ്? നമുക്ക് ബാക്കിയാകുന്നത് നന്മകളാണ്. വേറെ ഒന്നും നമ്മുടെ കൂടെ പിന്നാലെ വരികയില്ല. ഇത് ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിലൊരു വല്യമ്മ ഉണ്ടായിരുന്നു.
എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു ഉമ്മമ്മ. ആ ഉമ്മമ്മയുടെ മനസ്സിൽ മുഴുവനും കുട്ടികളെ കുറിച്ചും പേരക്കുട്ടികളെ കുറിച്ചും മാത്രമേ ചിന്തയുള്ളൂ. ആ വീടിന്റെ ചുവരുകളുടെ ഉള്ളിൽ ആ ജീവിതം മുഴുവനും, സമയം മുഴുവനും ഈ മക്കള് കുട്ടികള് എന്നുള്ള വിചാരം കൊണ്ട് ജീവിച്ച ഒരു ഉമ്മമ്മയായിരുന്നു. ആ ഉമ്മമ്മ യാതൊരു അസുഖമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. കുടുംബത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു മരണം വരുന്നത്. രോഗിയായി കിടന്നിട്ട് മരിക്കുകയാണെങ്കിൽ അത്ര നമ്മൾക്ക് ആശ്ചര്യം തോന്നൂല. ഇത് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാതെ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. എല്ലാവരും അതിൽ സങ്കടപ്പെട്ടു. എല്ലാവരും മുങ്ങിപ്പൊട്ടി കരഞ്ഞു. അവിടെ കൂടിയ അന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വരിക? ഉമ്മമ്മല്ലാത്ത വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക? പക്ഷേ മാസങ്ങൾ കഴിഞ്ഞു പോയി, വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ ആരും ആ അമ്മമ്മനെ കുറിച്ച് പറയാറില്ല. വല്ലപ്പോഴും പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ പറഞ്ഞു എന്ന് വരും. ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വന്നേക്കാം. ഉമ്മമ്മ ഉണ്ടായിരുന്ന കാലം അങ്ങനെയായിരുന്നു, ഉമ്മമ്മ ഉണ്ടായിരുന്ന നോമ്പ് അങ്ങനെയായിരുന്നു, ഉമ്മമ്മ ഉണ്ടായിരുന്ന അത്താഴത്തിന്റെ ആ രസപ്പെടില്ല, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് വരും. അത്രയേ ഉള്ളൂ. അതല്ലാതെ ആ ഉമ്മമ്മയെ കുറിച്ച് ആലോചിക്കാൻ ഒരാളില്ല. ആ ഉമ്മമ്മയുടെ ഖബറിൽ പോയി ഒന്ന് സന്ദർശിച്ച് ആ ഉമ്മമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും മക്കളാരും സമയം കാണുന്നില്ല. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഉമ്മമ്മയുടെ ഖബറിൽ ഉമ്മമ്മന്റെ ഒപ്പം ഉള്ളത് എന്താണ്? നമ്മുടെ ഖബറിൽ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് എന്താണ്? അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അൽ ബാഖിയാത്തു സാലിഹാത്ത്. നമ്മുടെ സമയം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ പൈസ കൊണ്ടും നമ്മുടെ ഈ ആയുസ് കൊണ്ടും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളല്ലാതെ മറ്റൊന്നും നമ്മളുടെ കൂടെ അവിടേക്ക് വരൂല എന്നാണ് അള്ളാഹുവിന്റെ വചനം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളും ഖബറ് ഒരു സ്ഥലത്ത് കൂടെ അങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പൊ കുറച്ച് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താണ് അവരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത്? അപ്പൊ സഹാബികൾ പറഞ്ഞു, റസൂലെ, അവരവിടെ ഖബർ കുത്താണ്, ഒരാൾ മരിച്ചിട്ടുണ്ട്, അവർക്ക് ഖബർ കുത്താണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓടിപ്പോയി ആ ഖബറിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു എന്നാണ് ഹദീസ്. ആ ഖബറിന്റെ അടിയിലെ മണ്ണ് നനയുവോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. എന്നിട്ട് ചുറ്റുമുണ്ടായിരുന്ന സഹാബികളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോളു കേട്ടോ എന്ന്. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിക്കോളു കേട്ടോ എന്ന് പറയുന്നത് ജീവനുള്ളവരോടാണ്, സമയമുള്ളവരോടാണ്, ആരോഗ്യമുള്ളവരോടാണ്, പണമുള്ളവരോടാണ്, അറിവുള്ളവരോടാണ്, സമയമുള്ളവരോടാണ്, നമ്മളോടാണ്. ഈ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുപാട് രോഗം വന്ന് പ്രയാസപ്പെട്ട് ഒന്നിനും കഴിയാതെ കിടക്കുന്ന കാലത്ത് നമ്മളൊക്കെ പറയും, ഒരുപാട് ചെയ്യാമായിരുന്നു എന്ന്, പലതും ചെയ്യാമായിരുന്നു എന്ന്. ഇന്നലെ ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ 50 വയസ്സ് പൂർത്തിയായിട്ടില്ല അദ്ദേഹത്തിന്. അപ്പോഴേക്കൊരു മാരക രോഗം വന്നിട്ട് കിടപ്പിലായി. നല്ല സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു, വളരെ സന്തോഷമുള്ള നല്ല ഒരു കുടുംബമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മാരകമായൊരു വാർത്ത കേൾക്കുന്നത്. ഗൾഫിലായിരുന്നു എല്ലാവരും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഇന്ന് വീട്ടിൽ രോഗിയായി കിടക്കുകയാണ് ആ വീട്ടിന്റെ ഉപ്പ. ആ മക്കളുടെ ഏറ്റവും വലിയ സന്തോഷം, ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം, ആ പേരക്കുട്ടികളുടെ ഏറ്റവും നല്ല വാത്സല്യനിധിയായ ആ ഉപ്പ ഇന്നൊരു മാരക രോഗത്തിനടിപ്പെട്ട് കിടക്കുകയാണ്. കയ്യം നനക്കുവാൻ കാലം നനക്കുവാൻ പോലും കഴിയാത്ത വേദന കൊണ്ട് പുളയുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത്, ഒരുപാട് ചെയ്യാമായിരുന്നു, വീട് കുട്ടികള് കുടുംബം എന്ന് വിചാരിച്ചു കുത്തിർന്നു, ഒരുപാട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞയാൾ കരയുകയാണ്. ഇങ്ങനെ ഒരവസ്ഥ രോഗങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും നെരിപ്പോടുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നമ്മളും ഒരുപക്ഷെ പറഞ്ഞു എന്ന് വരാം. അങ്ങനെ പറയുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം, പണമുള്ള സമയം, ഊർജമുള്ള സമയം, നമ്മൾക്ക് കരുത്തും കാര്യശേഷിയുമുള്ള സമയം അള്ളാഹുവിന് വേണ്ടി എത്ര വിനിയോഗിച്ചു എന്ന വിചാരമാണ് നിരന്തരമായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കേണ്ടത്. അതാണ് അള്ളാഹു പറഞ്ഞത്, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. കുടുംബം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്, കുട്ടികൾ എന്ന് പറയുന്നത്, അതൊക്കെ ഈ ലോകത്തിന്റെ ഒരു രസമാണ് കേട്ടോ.
അതൊക്കെ ഈ ലോകത്തിന്റെ ഒരു അലങ്കാരമാണ് കേട്ടോ. അതാണ് ലോകമെന്ന് വിചാരിക്കരുത് എന്ന്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ചാറ് കൂട്ടാറുണ്ടല്ലോ. എത്രയാണ് അച്ചാറ് കൂട്ടാറുള്ളത്? ഭക്ഷണത്തെക്കാൾ അധികം അച്ചാറ് കൂട്ടാറുണ്ടോ? ഇല്ല. അച്ചാറ് കൂട്ടാറുള്ളത് ഒരു പുളിക്കാണ്, ഒരു രസത്തിനാണ്. ഇതാണ് ജീവിതത്തിലെ കളി തമാശകളും വിനോദങ്ങളും തമാശകളുമൊക്കെ. അത്രേ അതിന് പ്രാധാന്യമുള്ളൂ. അതൊരു രസത്തിന് മാത്രമാണ്. ജീവിതത്തിന്റെ മുഴുവൻ സമയവും അതിനു വേണ്ടിയിട്ട് നമ്മൾ നീക്കിവെച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമയം മുഴുവനും അതിനു വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞാൽ, അതെങ്ങാനും നമ്മുടെ സമയം കവർന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തെക്കാളധികം അച്ചാറ് കൂട്ടുന്നവനെ പോലെ നമ്മളായിത്തീരും. അപ്പോൾ നമ്മുടെ ഈ ആയുസ് കൊണ്ട്, നമ്മുടെ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനവും നമ്മൾക്ക് വെറുതെ ആയി പോകരുത്. നാളേക്ക് നമ്മൾക്കത് പ്രതിഫലമായി തീരണം. ആ തരത്തിലുള്ള ഒരു മുന്നൊരുക്കമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും ഒരു ദിവസം ഒരുപാട് തവണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്: യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കൽബുകളെ മാറ്റി മറിക്കുന്നവനായ പടച്ചവനെ. കൽബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള എന്താണ്? നമ്മൾ ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ കെട്ടിയിടും. കെട്ടിയിട്ട് കഴിഞ്ഞാൽ, ഒട്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകൂല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒട്ടിച്ചു വെക്കുക, കെട്ടിയിടുക എന്നൊക്കെയുള്ള പദം അറബിയിലുള്ളത് അഖദ എന്നാണ്. അഖദ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടിയിട്ടു എന്നൊക്കെയാണ്. ആ വാക്കിൽ നിന്നാണ് അഖീദ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന കൽബിനെ ഇളകാത്ത ഒരു കയറിൽ കെട്ടിയിടുക എന്നതാണ് വിശ്വാസം ചെയ്യുന്നത്. അഥവാ അതാണ് വിശ്വാസം നമ്മുടെ ഉള്ളിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിന് വരാവുന്ന താളഭംഗങ്ങളെ, നമ്മുടെ ഹൃദയത്തിന് പല സന്ദർഭങ്ങളിലും വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളെ നമ്മൾ തിരിച്ചറിയുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ അർത്ഥവത്തായൊരു വചനമുണ്ട്. സൂര്യാരാധകരും ചന്ദ്രാരാധകരുമായ ആളുകൾ അദ്ദേഹം തൗഹീദ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട് ഖുർആനിൽ. അതെന്താണ്? സൂര്യനെ നോക്കിയിട്ട് അദ്ദേഹം പറയും, സൂര്യാരാധകരായ ആളുകൾ അവിടെ ഉണ്ടാവും. അവരുടെ സാന്നിധ്യത്തിൽ സൂര്യനെ നോക്കിയിട്ട് പറയും, ഹാദാ റബ്ബി ഹാദാ അക്ബർ. സൂര്യനാണ് വലുത്, അതുകൊണ്ട് സൂര്യനാണ് എൻ്റെ റബ്ബ് എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ ഉണ്ടാവില്ല, സൂര്യൻ അസ്തമിക്കും. അപ്പൊ പറയും, അസ്തമിക്കുന്ന ദൈവങ്ങൾ എനിക്ക് ആവശ്യമില്ല. രാത്രിയാവുമ്പോ ചന്ദ്രൻ വരും. അപ്പൊ പറയും, ഹാദാ റബ്ബി ഹാദാ അക്ബർ. ചന്ദ്രനാണ് വലുത്, അതുകൊണ്ട് ചന്ദ്രനാണ് എൻ്റെ ദൈവം എന്ന് പറയും. അപ്പൊ ചന്ദ്രാരാധകരായ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാവും. പക്ഷെ നേരം വെളുക്കുമ്പോ ചന്ദ്രനെ കാണൂല. അപ്പൊ പറയും, അസ്തമിക്കുന്ന, ഇല്ലാതെയാകുന്ന, പോയി മറയുന്ന ദൈവങ്ങളെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയും. ഇബ്രാഹിം നബി പഠിപ്പിക്കുന്ന വലിയ ഒരു തത്വമുണ്ട് ഇതിൽ. അതെന്താണ്? ഓരോന്ന് കാണുമ്പോൾ അതാണ് വലുത് എന്ന് വിചാരിക്കുന്ന ചില മനസ്സുണ്ട്. ആ മനസ്സിനെ കൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. ഓരോന്ന് കാണുമ്പോൾ അതാണ് വലുത് എന്ന് വിചാരിക്കുക. ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതന്നെയാണ് വലുത്, ഇതന്നെയാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെ പോവാ. ഇങ്ങനെയുള്ള മനസ്സിന്റെ ചാഞ്ചല്യത്തെ കുറിച്ച് കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. ഇതന്നെയാണ് വലുത്, ഇതന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച്, ഇതന്നെയാണ് എൻ്റെ റബ്ബ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ പിന്നാലെ പായുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യന്. ആ മനുഷ്യന്റെ സ്വഭാവത്തെയാണ് കളിയാക്കുന്നത്. ഒരു കുറുക്കന്റെ കഥയുണ്ട്. കുറുക്കനൊരു മുയലിനെ പിടിക്കാൻ വേണ്ടി മുയലിന്റെ പിന്നാലെ ഓടി. മുയലിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് ഒരു കോഴിയെ കാണുന്നത്. അപ്പൊ കോഴിന്റെ പിന്നാലെ ഓടി. കോഴിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരു ജന്തുവിനെ കാണുന്നത്. പിന്നെ ആ ജന്തുവിന്റെ പിന്നാലെ ഓടി. ആ ജന്തുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊന്നിനെ കാണുന്നത്. അതിന്റെ പിന്നാലെ ഓടി. അവസാനം ഒന്നുമില്ലാതെയായി. ഇതാണ് ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഓരോന്ന് കാണുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിയിട്ട് ഒന്നുമില്ലാതെയാകുന്ന മനസ്സിന്റെ ചാഞ്ചല്യത്തെക്കുറിച്ച് നിരന്തരമായുള്ള പേടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. യാ മുഖല്ലിബൽ ഖുലൂബ്. ഓരോന്ന് വലുതാണെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടുന്ന എൻ്റെ മനസ്സിന്റെ അവസ്ഥയെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനാണ് വലുത് എന്ന് വിചാരിച്ചിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായി
എന്നെ നീ മാറ്റണമേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന നമ്മളും ശീലമാക്കുക. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടപ്പോൾ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അക്സറു ദുആക് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്തിനാണ് റസൂലെ ഈ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമ്മി സലമ ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന അസ്ബിഅൈനി മിൻ അസാബിഇല്ലാഹ് ഫമൻ ശാഅ അഖാമ വമൻ ശാഅ അസാഗ. ഉമ്മു സലമ, അള്ളാഹുവിന്റെ 2 വിരലുകളുടെ ഇടയിലാണ് നമ്മുടെ കൽബ് കിടക്കുന്നത്. നിരന്തരമായി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കൽബാണ് നമ്മുടേത്. അതുകൊണ്ട് ആ കൽബിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ അള്ളാഹുവിനെ കഴിയൂ. ആ അള്ളാഹുവിനോട് നമ്മുടെ കൽബിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇജ്അൽ ഖൈറ അയ്യാമി യൗമ അൽഖൈക ഫീഹി. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണമേ. വജ്അൽ ഖൈറ അഅ്മാരി ആഖിറഹ. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം അതിൻ്റെ അവസാനത്തെ കാലമായിരിക്കണമേ. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം അതിൻ്റെ അവസാനത്തെ കാലമാകണമേ. പിന്നെ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള ഇടവേളയില്ലാത്ത പോലെ, പിന്നെയും തെറ്റിലേക്ക് നീങ്ങാത്ത കാലം എനിക്ക് കിട്ടാത്തതുപോലെ എൻ്റെ അവസാനത്തെ കാലമുണ്ടല്ലോ, ആ കാലം എനിക്ക് ഏറ്റവും നല്ല കാലമാക്കി തീർക്കണമേ. വജഅൽ ഖൈറ അഅ്മാലി ഖവാതിമഹ. എൻ്റെ ഏതൊരു പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം അതിൻ്റെ അവസാനമാക്കണമേ. എൻ്റെ അമലുകൾ, ജീവിതത്തിൽ ഏറ്റവും നല്ല അമലുകൾ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ മണിക്കൂറുകളെയും അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ ദിവസത്തെയും അവസാനിപ്പിക്കുന്ന, നല്ല അമലുകൾ കൊണ്ട് ഓരോ ആഴ്ചയെയും അവസാനിപ്പിക്കുന്ന അവസ്ഥ എനിക്ക് നീ ഉണ്ടാക്കി തരണമേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് വൽ ബാഖിയാത്തു സാലിഹാത്ത്, നമുക്കുള്ളത്, നമ്മുടെ സമ്പാദ്യം, നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന നന്മകൾ മാത്രമാണ്. നീണ്ടു നിൽക്കുന്ന നന്മകൾ, നമ്മുടേത് എന്ന് പറയാനുള്ള സമ്പാദ്യം അതാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനും പറഞ്ഞത്. അതല്ലാതെ ഒന്ന് നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത നമ്മുടെ കുടുംബമല്ല. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയാൽ നമ്മളെ കുറിച്ചൊന്ന് ഓർക്കുക പോലും ചെയ്യാത്ത, നമ്മുടെ ഖബറിങ്കൽ വന്ന് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണാത്ത ആളുകളെയല്ല നമ്മുടെ സമ്പാദ്യം ഒന്ന് വിളിക്കേണ്ടതെന്ന്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരുടേതോ ആകുന്ന നമ്മുടെ സമ്പത്തിനെയല്ല നമ്മുടെ സമ്പാദ്യം എന്ന് വിളിക്കേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ചില ആളുകൾക്ക് തല്ലുകൂടാനുള്ളതാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ വിയർപ്പൊഴുക്കി നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കിയ ആ സമ്പത്ത് കൊണ്ടാണ് നമ്മുടെ ഖബറിങ്കൽ വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും അവർക്ക് സമയം കിട്ടാത്തത്, അല്ലേ? നമ്മളുണ്ടാക്കിയ പൈസ കാരണമാണ് നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് സമയമില്ലാത്തത്. എങ്കിൽ അതാണോ നമ്മുടെ സമ്പാദ്യം? എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പണമാണോ നമ്മുടെ സമ്പാദ്യം? നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നവരാണോ സമ്പാദ്യം? അവരാണ് സമ്പാദ്യം. അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് മികച്ച സമ്പാദ്യമാണ്, അത് ഏറ്റവും നല്ല സമ്പാദ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടി കരളനൊന്ന് ഹൃദയം അറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, പക്ഷെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു സമയം കാണുന്നില്ല എങ്കിൽ, അതിന് പോലും അവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ള ഒരു വഴിയിലൂടെയല്ല അവരെ നമ്മൾ വളർത്തിയിട്ടുള്ളത് എങ്കിൽ, ആ മക്കളെ ചൂണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യം നമുക്ക് പറയാൻ കഴിയുക? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും നമ്മെ നിരന്തരമായി പഠിപ്പിക്കുന്നത്.